ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ കേസെടുത്ത് പോലീസ്. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക ഒന്നാം പ്രതി. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദ പ്രതിപട്ടികയിലില്ല. ഉഷയ്ക്ക് വയറ്റിലെ കത്രിക നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. ആരോഗ്യമേഖലയിലെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി സംഘടനകൾ. വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ റീത്ത് വച്ച് യൂത്ത് കോൺഗ്രസ്. റീത്ത് വെച്ചത് സതീശൻ പറഞ്ഞിട്ടെന്ന് വീണ ജോർജ്. തനിക്ക് റീത്ത് വെപ്പിക്കലല്ല പണിയെന്ന് സതീശൻ. സർക്കാരിനെതിരെ KGM-CTA. സുപ്രീം കോടതിയോട് പോര് കുറിച്ച് ഡൊണാൾഡ് ട്രംപ് അധിക ചുങ്കം റദ്ദാക്കിയ ഉത്തരവ് അനുസരിക്കില്ല. ജഡ്ജിമാർക്ക് രാജ്യസ്നേഹമില്ലെന്ന വിമർശനം. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കവും പ്രഖ്യാപിച്ചു. ശബരിമല വിഷയം BJPക്ക് സുവർണ അവസരമെന്ന് ആവർത്തിച്ച് PS ശ്രീധരൻപിള്ള. സമരവും വിധിയും പാർട്ടിക്ക് സുവർണാവസരം. തന്ത്രിയുടെ അറസ്റ്റ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ആരോപിച്ച് കോൺഗ്രസ്. തന്ത്രിക്കും N വാസുവിനും ED നോട്ടീസ്. മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന ബ്രാൻഡിയുടെ പേര് മിന്നൽ മാജിക്. 1/2 ലിറ്റർ കുപ്പിയിൽ 1 മാസത്തിനകം ലഭ്യമാക്കും. മദ്യനിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനത്തിനിടെ കേരള മദ്യനിരോധന സമിതിയുടെ പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PR സേവനം തേടി CPIയും. തന്ത്രങ്ങൾ അവതരിപ്പിച്ച് തെലങ്കാനയിൽ നിന്നുള്ള സംഘം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്കുന്നു. കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം. സൂചനാ പണിമുടക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പണിമുടക്കും തുടരുന്നു. മാരാരിക്കുളത്തെ റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റത്തിൽ നടപടിയുമായി പഞ്ചായത്ത്. തിങ്കളാഴ്ച കമ്പനി അധികൃതരെ പങ്കെടുപ്പിച്ച യോഗം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ജനപ്രതിനിധികൾ പ്രദേശത്ത്. 3 മീറ്റർ വീതിയിൽ റോഡും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുമെന്ന് പഞ്ചായത്ത്. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2.69 കോടി വോട്ടർമാർ. പുറത്തായത് 16 ലക്ഷം പേർ. അപ്പീൽ നൽകാൻ ഇനിയും അവസരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതടക്കം ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഉന്നയിച്ച് മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തം. ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാതിലിൽ റീത്ത് വെച്ചു. പത്തനംതിട്ട ടൗൺ ഹാളിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിലും പ്രതിഷേധമുണ്ടായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ വീട് ആക്രമിച്ചതെന്ന് വീണ ജോർജ് ആരോപിച്ചു. എന്നാൽ മന്ത്രിമാരുടെ വീട്ടിൽ റീത്ത് വെക്കാൻ പറയലല്ല തന്റെ പണിയെന്ന് സതീശൻ തിരിച്ചടിച്ചു. റീത്ത് വെച്ച് നടപടിക്കെതിരെ മന്ത്രിമാർ രംഗത്ത് വന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വഴുതക്കാടുള്ള ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ 30ഓളം വസതിയുടെ പ്രധാന കവാടം ചാടിക്കടന്ന് വാതിൽ റീത്ത് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തീമുട്ടകളും എറിഞ്ഞു. നാമമാത്രമായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. മിനിറ്റുകൾക്ക് ശേഷമാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പ്രതിഷേധിച്ചവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായത്. പത്തനംതിട്ടയിലും മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടിയിൽ സമാനമായ തരത്തിൽ പ്രതിഷേധം ഉണ്ടായി. അവിടെ വെച്ച് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ വസതിക്ക് മുമ്പിൽ റീത്ത് വെച്ചതെന്നാണ്. ഇത് കേരളം കേൾക്കട്ടെ, ഇത് കേരളം കേൾക്കണം എന്നുള്ളതാണ്. ഇത്
വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. വി.ഡി. സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത്? അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ്. കനകോലു പറഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല, ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം മന്ത്രിമാരുടെ വസതിക്ക് മുമ്പിൽ റീത്ത് വെക്കാൻ പറയലല്ല തന്റെ പണിയെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണത്തിനുള്ള വി.ഡി. സതീശന്റെ മറുപടി. ഞങ്ങളെ പരിപാടിയൊന്നുമല്ല സാധാരണ റീത്ത് വെക്കല്. ഇപ്പൊ റീത്ത് പയ്യന്നൂരിൽ റീത്ത് വെച്ചത് ആരാ? ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നാണ്. നിന്നെ ഞങ്ങൾ കൊല്ലും. എം.എൻ. വിജയമാഷിന്റെ മോന്റെ മുമ്പിൽ റീത്ത് വെച്ചത് ഞങ്ങളുടെ രീതിയല്ല, ദാസമര രീതിയല്ല. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി. മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വെക്കാൻ പറയലല്ലോ ജോലി. ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ മന്ത്രിമാരും രംഗത്ത് വന്നു. ഒരു മന്ത്രിയുടെ വീട്ടിനകത്ത് കയറി മന്ത്രിയുടെ റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ്. യൂത്ത് കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ മന്ത്രിമാരും. സമാനമായ തരത്തിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും അവരുടെ ഔദ്യോഗിക വസതിക്കും സുരക്ഷ കൂട്ടാനാണ് പോലീസിന്റെ നിർദ്ദേശം. യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് പ്രതിഷേധം അത്യന്തം ഹീനമെന്ന് പി.കെ. ശ്രീമതി പ്രതികരിച്ചു. റീത്ത് വെക്കുന്നത് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപമാണ് നടന്നതെന്നും പി.കെ. ശ്രീമതി പറഞ്ഞു. ഒരു റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ റീത്ത് വെക്കുന്നത്. കേരളത്തിലെ ഒരു വനിതയായിട്ടുള്ള മന്ത്രിയോട് ഇത്രയേറെ അധിക്ഷേപാർഹമായിട്ടുള്ള അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ വിധത്തിലുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു വികൃതവും അങ്ങേയറ്റം നീചവുമായിട്ടുള്ള ഒരു സമരാഭാസം നടന്നിട്ടുള്ളത്. ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വീട് അതിക്രമിച്ച് കയറി വാതില് തുറന്ന് റീത്ത് വെക്കുക, ഇത് അങ്ങേയറ്റം സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു സമരമായിപ്പോയി, നടപടിയായിപ്പോയി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഇതിനിടെ കേസെടുത്തു പോലീസ്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹില ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് കൈമാറും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീയുടെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയാ ഉപകരണം കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അമ്പലപ്പുഴ പോലീസ് ഈ സംഭവത്തിൽ യൂണിറ്റ് ഹെഡ്, അതായത് ഗൈനക്കോളജി വിഭാഗത്തിന്റെ അന്നത്തെ യൂണിറ്റ് ഹെഡായിരുന്ന ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ലളിതാംബികയെ മാത്രം പ്രതി ചേർക്കാൻ ഉള്ള ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നൽകിയ വിവരം മറ്റുള്ളവരെല്ലാം തന്നെ, അതായത് ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ഡോക്ടർമാർ ഉൾപ്പെടെ ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം തന്നെ സർവീസിൽ നിലവിൽ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വകുപ്പ് തല നടപടികളിലേക്ക്, വകുപ്പ് തല അന്വേഷണത്തിലേക്ക് അവരുടെ കാര്യത്തിൽ കടന്നിട്ടുണ്ട്. 2 പേർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെ വന്നിട്ടുമുണ്ട്. പക്ഷേ ഡോക്ടർ ലളിതാംബിക റിട്ടയർമെന്റ് കഴിഞ്ഞ ഒരാളാണ്, വിരമിക്കൽ കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ ആരോഗ്യ വകുപ്പിന്റെ കീഴിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഉണ്ടായ വീഴ്ചയ്ക്ക് മേൽ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ പോലീസിന് ഈ വിഷയത്തിൽ, ഈ വീഴ്ചയിൽ കേസെടുക്കാനുള്ള ഒരു ഇതിലേക്ക്, ആ കേസെടുക്കാനുള്ള നടപടിയിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. ഉഷയുടെ സഹോദരന്റെ ഭാര്യയാണ് അമ്പലപ്പുഴ പോലീസിൽ ഇന്നലെ പരാതി നൽകിയിട്ടുള്ളത്.
നൽകിയിട്ടുള്ളത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ FIR വീണിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉഷയുടെ മകൻ നൽകിയിട്ടുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്ക് രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആദ്യം എത്തിയത് ഡോക്ടർ ലളിതാംബികയുടെ വീട്ടിലാണ്. അവിടെ പലതവണ ഡോക്ടറെ എത്തി കണ്ടു. അതിനുശേഷം സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയത് ഡോക്ടർ ലളിതാംബിക ആണ് എന്നുള്ള രീതിയിൽ ഉഷയുടെ മകൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വീട്ടിലെത്തി ഡോക്ടർക്ക് പണം നൽകി, അതായത് അന്ന് പ്രാക്ടീസ് പാടില്ലാത്ത ഡോക്ടർക്ക് നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന ഡോക്ടർക്ക് വീട്ടിലെത്തി അവർക്ക് പണം നൽകിയെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ ഈ സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ RMO ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇന്നലെ അന്വേഷണ കമ്മീഷൻ വെച്ച് റിപ്പോർട്ട് നൽകിയത്. DMAക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതായത് ഡോക്ടർ ഷാഹിന ഉൾപ്പെടെയുള്ള 2 അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശസ്ത്രക്രിയ നടത്തിയ 2 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ അന്നത്തെ യൂണിറ്റ് ഹെഡായിരുന്ന ഡോക്ടർ ലളിതാംബിക, ഡോക്ടർക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഹരികുമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഉൾപ്പെടെ നിയമപരമായ അന്വേഷണത്തിലേക്കും ഒപ്പം തന്നെ മറ്റ് ആളുകൾക്ക്, അതായത് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നത്തെ സർജറിയിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല നടപടികളിലേക്കുമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും ഒപ്പം തന്നെ പോലീസും കടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. നവമി വിവരങ്ങളുമായി ചേരും. നവമി, സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എത്ര സമയമെടുക്കും? ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറിന് മുകളിലായി കാണുമെന്നാണ് കരുതുന്നത്. ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചിരുന്നോ? രഞ്ജിത്ത്, 9:15 കൂടിയാണ് ഉഷയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയത്. ഉടനെ തന്നെ ഏകദേശം അധികം വൈകാതെ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും നമുക്ക് ഡോക്ടർമാരുമായിട്ടോ അല്ലെങ്കിൽ ആ ആശുപത്രിയിലെ PR-മായിട്ടോ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം മറുപടി തരാൻ തയ്യാറല്ല. ഏതായാലും ഉടനെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഒരു 9:15 കൂടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയത്. അങ്ങനെയാണെങ്കിൽ ശസ്ത്രക്രിയ പൂർത്തിയായി ഇനി ചിലപ്പോൾ ഈ അനസ്തേഷ്യ കൊടുത്തുള്ളൊരു ശസ്ത്രക്രിയ ആയതിനാൽ ഉഷയുടെ ബോധം തിരിച്ച് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഡോക്ടർമാർ മറ്റ് അപ്ഡേഷനൊക്കെ നൽകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശസ്ത്രക്രിയ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് തന്നെ നേരത്തെ ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. കാരണം ഉഷയ്ക്ക് ആരോഗ്യപരമായി, അതായത് ഈ കത്രിക വസ്തു വയറ്റിൽ കുടുങ്ങിയതുകൊണ്ട് വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉഷയ്ക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയും വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെ ആയിരുന്നു ഇവർ മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം ഈ CT സ്കാൻ റിപ്പോർട്ട് പരിശോധിച്ചത്. അതിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ കത്രിക ഉണ്ടായിരുന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കുടുംബവും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്, ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ശസ്ത്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. 2 ദിവസം ഒബ്സർവേഷനിൽ ഉണ്ടായിരിക്കും ഉഷ. അതിനുശേഷം മാത്രമായിരിക്കും വീട്ടിലേക്ക് വിടുക എന്നുള്ളത് കൂടി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ തന്നെയായിരിക്കും ഇതിന്റെ ചികിത്സ വഹിക്കുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി നേരിട്ട് ഉഷയെയും കുടുംബത്തെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. മറ്റ് രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉഷയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഒപ്പമുണ്ടെന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് എന്തായാലും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉഷ വിധേയായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 5 വർഷമായി ഉഷ അനുഭവിക്കുന്ന ദുരിതത്തിനും വേദനയ്ക്കും മാനസിക വിഷമത്തിനുമൊക്കെ ഇന്ന് ഒരു അവസാനമാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള ഈ മെഡിക്കൽ ബോർഡിന്റെ അവസാനത്തെ കുറിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. രഞ്ജിത്ത്, ശരി. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം 6ാം ദിവസത്തിൽ. ശസ്ത്രക്രിയ പലതും മാറ്റിവെച്ചതോടെ രോഗികൾ വലഞ്ഞു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമരക്കാർ ഉറച്ച നിലപാടിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം
6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പൂർണ്ണ ബഹിഷ്കരണം തുടങ്ങി ഏതാണ്ട് 3 ദിവസം കഴിയുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് സമരം നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. OP പൂർണ്ണമായും ബഹിഷ്കരിച്ചാണ് ഡോക്ടർമാർ സമരം നടത്തുന്നത്. പക്ഷേ OPയിലെ ജൂനിയർ ഡോക്ടർമാർ, PG ഡോക്ടർമാർ എന്നിവരൊക്കെ രോഗികളെ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വിദഗ്ധരായ ഡോക്ടർമാർ ഒരു സേവനം ലഭിക്കുന്നില്ല എന്ന ഒരു പരിമിതി അവിടെയുണ്ട്. സംസ്ഥാനത്തെ പലയിടങ്ങളിൽ നിന്നുള്ള താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ നിന്നും റഫറൽ സംവിധാനം വഴി മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന രോഗികളാണ്. അവർക്ക് ഈ ജൂനിയർ തലത്തിലുള്ള ഡോക്ടർമാരുടെ സേവനം മാത്രമേ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒപ്പം അടിയന്തര ശസ്ത്രക്രിയ ഒഴിച്ചുള്ള ശസ്ത്രക്രിയകളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമായി വരുന്ന ശസ്ത്രക്രിയയിൽ മാത്രം 2 ആഴ്ച മുമ്പൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അതീവ ഗുരുതരമല്ലാത്ത രീതിയിലുള്ള ശസ്ത്രക്രിയകൾക്ക് ഇവർ പങ്കെടുക്കുന്നില്ല. ക്യാൻസർ രോഗികളടക്കമുള്ളവരുടെ ചികിത്സയും നൽകുന്നു. എന്തായാലും ഡയസ്നോൺ പ്രഖ്യാപിച്ച് സമരത്തെ നേരിടാനുള്ള ഒരു നീക്കത്തിലാണ് സർക്കാർ ഉള്ളത്. ഗുരുതരമായ പല പ്രശ്നങ്ങളിലും ഊന്നിയുള്ള മറ്റ് സമരങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. നമുക്കൊപ്പം എന്തായാലും പണിമുടക്കുന്ന അല്ലെങ്കിൽ സമരം നടത്തുന്ന ഡോക്ടർമാർ തന്നെയുണ്ട്. സർക്കാർ ഡയസ്നോൺ നടത്തി ഈ സമരത്തെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾ, ഒരു അനുരഞ്ജനത്തിന്റെ പാത തെളിയുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി സർക്കാർ ആരോഗ്യ മേഖലയോട് പുലർത്തി പോന്നിരുന്ന തികഞ്ഞ നിസ്സംഗതയുടെയും അവഗണനയുടെയും പ്രതിഫലനം തന്നെയാണ് ഈ സമരത്തോടും സർക്കാർ പുലർത്തുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സമരത്തോട് സർക്കാർ പുലർത്തുന്നത്. ഈ ഒരു ആതുരാലയത്തിൽ എത്തുന്നത് പാവപ്പെട്ടവരും നിരാലംബരും നിരാശ്രയരുമായ രോഗികളാണ്. അവർക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി വലിയ തുക കൊടുത്ത് ചികിത്സിക്കാനോ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനോ സാധ്യമല്ല. അവരുടെ ചികിത്സയും അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളുടെ അധ്യാപനവുമാണ് മുടങ്ങുന്നത്. എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾക്കതൊന്നും പ്രശ്നവുമില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് ആരോഗ്യമന്ത്രി അടക്കം അവകാശപ്പെടുന്നത്. ഇപ്പോൾ 3% DA കുടിശ്ശിക ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകി, ഇപ്പോൾ 10% കുടിശ്ശിക മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ ഫോണുകളിലേക്കൊക്കെ മെസ്സേജുകൾ പോലും വരുന്നുണ്ട്. ഈ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു, വാക്ക് പാലിച്ച സർക്കാരാണ്. എന്നിട്ടും എന്താണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നത് പ്രശ്നങ്ങൾ? വലിയ ഒരു വോട്ട് ബാങ്കായ സർക്കാർ ജീവനക്കാരെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ വോട്ട് ബാങ്ക് അല്ല എന്നവർക്ക് ഉറപ്പുള്ള യാതൊരു രാഷ്ട്രീയ കക്ഷിയുമായി അരികു ചേർന്ന് നടക്കാത്ത ഞങ്ങളെപ്പോലുള്ളവരെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും ഇതേ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും DA നൽകിയപ്പോൾ ഞങ്ങൾക്ക് മാത്രം ആ കാലഘട്ടത്തിലെ DA ഫ്രീസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ഞങ്ങളോട് വകപോക്കിയപ്പോൾ ഇപ്പോൾ കോവിഡിന്റെയും നിപ്പയുടെയും സമയത്ത് ഞങ്ങൾക്ക് തരാനുള്ള ഞങ്ങൾ ജോലി ചെയ്തതിന്റെ അഹോരാത്രം പണിയെടുത്തതിന്റെ മറ്റെല്ലാവരും വീടുകളിൽ വിശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ കോവിഡിന്റെയും നിപ്പയുടെയും പേരിൽ പുറത്തിറങ്ങാതിരുന്നപ്പോൾ ജോലി ചെയ്ത ഞങ്ങൾക്ക്, ജീവൻ പോലും ദൃഢവൽക്കരിച്ച് ജോലി ചെയ്ത ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അരികു പറ്റി നടക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ 2016 മുതൽ 2020 ഒക്ടോബർ വരെയുള്ള 57 മാസത്തെ ശമ്പള കുടിശ്ശിക നിഷേധിച്ച് ബാക്കി എല്ലാവർക്കും നൽകിയിട്ടും ഞങ്ങൾക്കിത് തരാൻ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഇരട്ട നീതി എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. ഈ ചർച്ചയിൽ എന്താണ്, ഈ അരിയസിന്റെ കാര്യത്തിൽ എന്താണ് മറുപടി പറയുന്നത് ആരോഗ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റു? അരിയസ് തരാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. തരാൻ സാധിക്കുകയില്ല. എന്നാൽ തരാൻ സാധിക്കുകയില്ല എങ്കിൽ ഈ മന്ത്രി അത് പൊതുജന മധ്യത്തിൽ പറയട്ടെ, എന്തുകൊണ്ട് തരാൻ സാധിക്കുകയില്ല എന്ന് പറയട്ടെ. ഇത് തന്നെയാണ് സംഘടന പറയുന്നത്. നിങ്ങൾക്കത് തരാൻ സാധിക്കുകയില്ല എങ്കിൽ നിങ്ങൾ ജനങ്ങളോട് പറയും ഇത് എന്തുകൊണ്ട് തരാൻ സാധിക്കുകയില്ല, എന്തുകൊണ്ട് അവർക്ക് ജോലി ചെയ്ത കൂലി കൊടുക്കുന്നില്ല എന്നവർ പൊതുജന മധ്യത്തിൽ പറയട്ടെ. എങ്കിൽ ഞങ്ങൾ ഈ സമരം നിർത്താം. ഇപ്പം ഇതുപോലെ തന്നെയാണ് വരുന്നത് ഈ ചില പിഴവുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന പിഴവുകളുണ്ട്. ഈ പിഴവുകൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നു ഡോക്ടർമാർ, ഇല്ല? അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. അത് എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാണ്ട് ഞാൻ അതിന് അഭിപ്രായപ്പെടുന്നതിൽ ശരിയില്ല. അപ്പോൾ MS സുരേഷ് കുമാറാണ് ഡോക്ടർമാർക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരും ഇന്ന് പണിമുടക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സൂചന. പണിമുടക്കിന് ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് UNAയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആയില്ലെന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവാണ് പ്രതിപക്ഷം സർക്കാരിനും SITക്കുമെതിരെ ആയുധമാക്കുന്നത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം SIT വ്യക്തമാക്കണമെന്നും ഗൂഢാലോചന നടന്നുവെന്ന് സംശയിക്കുന്നതായും സതീശൻ പറഞ്ഞു. തന്ത്രിയെ കുടുക്കി ബോധപൂർവം കേസ് വഴിതിരിക്കാൻ ശ്രമം നടന്നുവെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആരോപണം. തന്ത്രിയെ വീണ്ടും കുടുക്കാനാണ് അപ്പീൽ പോകാൻ ഒരുങ്ങുന്നതെന്നും തിരുവഞ്ചൂർ വിമർശിച്ചു.
ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹം ഏത് കുറ്റകൃത്യമാണ് ചെയ്തത്? ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CPM-എതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തെളിവും പിന്നെ ശേഖരിച്ചതായും SIT പറഞ്ഞിട്ടില്ല. തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാൾ, ശബരിമല തന്ത്രിയെ പോലുള്ള ഒരാൾ 40 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം. വീണ്ടും വീണ്ടും ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ്, കൊടുക്കാനെന്ന് പറയുന്നതിനേക്കാൾ നീട്ടിക്കൊണ്ടു പോകാനാണെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എങ്ങനെയെങ്കിലും തട്ടി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഡിലേയിങ് ടാക്ടിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമില്ലാതെ ഒരു തന്ത്രിയെ കുടുക്കി കോടതി ആ കാര്യത്തിൽ സത്യസന്ധമായി ഒരു നിലപാടെടുത്തു. തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് കോടതി പരസ്യമായി പറഞ്ഞു. എന്നിട്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിയ ആളുകൾ കയ്യും കെട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊരു മട്ടിൽ. അപ്പോൾ ഒരു ബാഹ്യസമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യന്റെ. ആ ബാഹ്യസമ്മർദ്ദം ചെലുത്തിയത് ആര് എന്നുള്ളത് ഇനിയെങ്കിലും തുറന്നു പറയാൻ കഴിയണം. ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർക്ക് ഭയപ്പാടാണ്, അവർ പറയില്ല. ആ ഭയപ്പാടിന്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലോ തന്ത്രിയെ തന്നെ കൊടുക്കാൻ ഇടയായത്. ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ഒരു മുഖം മാത്രമാണ്. ഇതിന് പിന്നിൽ ഡയറക്ഷൻ ആരുള്ളതാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിന് പിന്നിൽ കളിച്ചിട്ടുള്ളതാരാണ്? വെറുതെ ഇങ്ങനെയൊന്നും വരില്ലല്ലോ. പിന്നിൽ കളിച്ചതാരാണ് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടത്. SITക്കുള്ള ആളുകളെ വിടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഉണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതിനകത്ത് വേണമെങ്കിൽ കോടതിക്ക് പാനൽ ചോദിക്കാം. എന്നാലും ഗവൺമെന്റ് ആ പാനൽ കൊടുക്കുന്നത്. ആ പാനലിനകത്തുനിന്ന് മാത്രമേ ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, കോടതിയുടെ ആ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇത്രയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റിയത്. അതേ കോടതി തന്നെയല്ലേ പറയുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ മന്ത്രി MP രാജേഷ്. തന്ത്രിക്ക് മാത്രം എന്തു പ്രത്യേകതയാണ്? കുറ്റാരോപിതനായ ആളെയല്ല, ഹൈക്കോടതിയെയാണ് വിശ്വസിക്കുന്നത്. യുവതീ പ്രവേശന സമയത്ത് എന്തെല്ലാം ഗൂഢാലോചന നടന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഇത്തരം ചില ന്യായങ്ങൾ പറയാനുണ്ടാവും. തന്ത്രിക്ക് മാത്രം എന്താ പ്രത്യേകത? അതിൽ പ്രതികളായിട്ടുള്ള വേറെയും പേരുണ്ട്. അവരുടെ എല്ലാ ന്യായങ്ങളും ഇതുപോലെ സ്വീകരിക്കപ്പെടുമോ? എന്താ തന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേകതയുള്ളത്? അപ്പോൾ ഒരു കാര്യം, സാധാരണ ജാമ്യം ഹർജിയിൽ കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കില്ല. അതാണ് പ്രാഥമികമായ തത്വം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ കേസ് അന്വേഷണം നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായിട്ട് സമർപ്പിക്കുന്നുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും അന്വേഷണം അങ്ങേയറ്റം കാര്യക്ഷമമാണ്, വിശ്വാസയോഗ്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഒരു വിവരവും മറ്റാർക്കും പങ്കുവച്ചിട്ടില്ല എന്നും പറഞ്ഞത് ഹൈക്കോടതിയുടെ 2-അംഗ ദേവസ്വം ബെഞ്ചാണ്. അപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ വിശ്വസിക്കരുത് എന്നാണോ ഈ പറയുന്നത്? ഞാനെന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കാൻ. അതാ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ കേസിൽ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന ആളെ അല്ല വിശ്വസിക്കുന്നത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെയാണ് വിശ്വസിക്കുന്നത്. ശബരിമല വിഷയം BJPക്ക് സുവർണ അവസരമെന്ന് ആവർത്തിച്ച് PS ശ്രീധരൻപിള്ള. യുവതീ പ്രവേശനത്തെ ആദ്യം സ്വാഗതം ചെയ്ത കോൺഗ്രസ് ഇന്ന് അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി കച്ചവടം ചെയ്യുകയാണ്. അന്ന് രഹന ഫാത്തിമയുടെ സഞ്ചിയിലുണ്ടായിരുന്നത് എന്താണ്? ഓറഞ്ച്, മുന്തിരി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉണ്ടായിരുന്നത് മറ്റു പലതുമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവരെയും
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇരുവർക്കും നോട്ടീസ് നൽകി. അടുത്തയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. കേസ് അന്വേഷിക്കുന്ന SITയുടെ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കൊല്ലം ശാസ്താംകോട്ടയിൽ BJP ജില്ലാ പ്രസിഡന്റിന്റെ മകന് RSS പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. സ്ഥാനാർത്ഥിയായിരുന്നു രശ്മി. തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ തനിക്കുണ്ടായ തിക്താനുഭവങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് മാറാൻ പ്രേരിപ്പിച്ചതെന്ന് രശ്മി പ്രതികരിച്ചു. CPM വിട്ടെത്തിയ മുൻ MLA ഐഷ പോറ്റി മണ്ഡലത്തിൽ സജീവമായതോടെ നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു രശ്മി. KPC അധ്യക്ഷൻ സ്ഥാനത്ത് സണ്ണി ജോസഫ് തുടരാനുള്ള തീരുമാനത്തിന് പിന്നിൽ പകരക്കാരനെ കണ്ടെത്തുന്നതിലെ പ്രതിസന്ധി സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തർക്കങ്ങൾ പരിഹരിച്ച് അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് സണ്ണി ജോസഫിന് അനുകൂലമായത്. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാകും അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുക. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന ഒരു സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷന്റെ ചുമതല മറ്റൊരാൾക്ക് മുഴുവൻ സമയവും കൈമാറണം എന്ന ആശയം, അത്തരത്തിലൊരു ചർച്ച കോൺഗ്രസ് കേന്ദ്രത്തിൽ സജീവമായത്. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴാണ് 5 പ്രധാനപ്പെട്ട നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രമുഖർ കൊടിക്കുന്നിൽ സുരേഷ് MP, അതോടൊപ്പം ആന്റോ ആന്റണി MP, അതോടൊപ്പം KC ജോസഫ്, PJ കുര്യൻ, ഇങ്ങനെ നീളുന്ന 5 പേരുടെ ഒരു ക്ലെയിമാണ്. 5 പേരാണ് ഈ ചർച്ചകളിൽ നിലനിന്നിരുന്നത്. അതിൽ തന്നെ ആന്റോ ആന്റണി ഒരു തവണ വളരെ അപ്രതീക്ഷിതമായി അധ്യക്ഷ സ്ഥാനം നഷ്ടമായ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് ആ ചർച്ചകൾ കൊടിക്കുന്നിൽ സുരേഷിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഒരു വിഭാഗം പ്രധാനപ്പെട്ട നേതാക്കളുടെ മുഴുവൻ പിന്തുണ ലഭിക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഡൽഹിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ചർച്ചയ്ക്കായി വിളിപ്പിക്കുന്നു. അവിടെ ചർച്ച നടക്കുമ്പോൾ സണ്ണി ജോസഫ് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട്, മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളോട് സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് VD സതീശൻ കാസർഗോഡ് മുതൽ തുടരുന്ന യാത്ര അത് വലിയ ആവേശത്തോടെ ഓരോ ജില്ലകളും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് താനും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന ഒരു അഭിപ്രായം അദ്ദേഹം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലേക്ക് വെച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രവുമല്ല, ഇങ്ങനെയൊരു ഘട്ടത്തിൽ അധ്യക്ഷനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ സാമുദായികമായ സമവാക്യങ്ങൾ പാലിക്കാൻ കഴിയാതെ, ആ സന്തുലനം പാലിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് സഭാ നേതൃത്വങ്ങളെ വീണ്ടും ചൊടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് എടുത്തടിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന കാര്യം സണ്ണി ജോസഫ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ നേതൃത്വം കണക്കിലെടുത്തുവെന്ന് മാത്രമല്ല, KC വേണുഗോപാലിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ കൃത്യമായി ഉറപ്പിക്കാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിജയകരമായി മാറിയത്. അതോടൊപ്പം നിലവിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന 5 പേരിൽ ആരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലും മറ്റ് നേതാക്കൾ അതിൽ വിയോജിപ്പ് അറിയിക്കുന്ന സാഹചര്യമുണ്ടാകും. നിർണായകമായൊരു തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്നതിനിടയിൽ അങ്ങനെ അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുത്താൽ അത് ഈ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. അതൊരിക്കലും ഭൂഷണമാകില്ല എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തൽസ്ഥിതി തന്നെ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക്, തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെയൊരു സ്ഥിതി തന്നെ തുടർന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയത്. അതായത് UDF കേരളത്തിൽ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇനി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുകയുള്ളൂ. കാരണം സണ്ണി ജോസഫ് സ്വാഭാവികമായി മന്ത്രിസഭയിൽ ക്ലെയിം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുമെന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഇനി പകരം ഒരു അധ്യക്ഷനെ കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതുവരെ അത്തരം ഒരു ചർച്ചകളും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും തിങ്കളാഴ്ചത്തെ മുന്നണി യോഗത്തിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ തീരുമാനിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ CPM മത്സരിച്ചത്. അധിക സീറ്റുകൾ ചില ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് CPM വഴങ്ങാനിടയില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും ധാരണ ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, 2 ടേം വ്യവസ്ഥയിൽ ഇളവ് എന്നിവയിലും ഇന്നത്തെ യോഗത്തിൽ ധാരണയുണ്ടാകും.
വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 1974 വ്യാപാര നിയമപ്രകാരമാണ് ഉത്തരവ്. സുപ്രീം കോടതി വിധി നിരാശാജനകമാണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. തീരുവ യുദ്ധം വഴി ലോകരാജ്യങ്ങളെ കാൽക്കീഴിലാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന് തിരിച്ചടി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെയാണ് ഇപ്പോഴത്തെ നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നതെന്നാണ് US സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുള്ള ഈ തീരുവ നയത്തിനെതിരെ ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് US തന്നെ 12 സ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ ഇടത്തരം സംരംഭകരുമാണ്. അവിടുത്തെ വിൽപ്പനയെ കാര്യമായി ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നയങ്ങൾ. ട്രംപ് പറയുന്നത് $127 ബില്യൺ വരുമാനം ഇപ്പോൾ ഈ അധിക തീരുവ വഴി അമേരിക്കയ്ക്ക് കൂടുതലായി ലഭിച്ചു എന്ന ഒരു നേട്ടമാണ്. പക്ഷേ ഇത് ക്രമാനുഗതമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ, അധിക തീരുവ ചുമത്തപ്പെട്ട രാജ്യങ്ങൾ മറ്റ് വിപണികൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടാകും. അവർ യൂറോപ്പിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഇന്ത്യ, ബ്രസീൽ, മെക്സിക്കോ, കാനഡ തുടങ്ങി വലിയ തോതിൽ നികുതി ചുമത്തപ്പെട്ട രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് വിപണി കണ്ടെത്തും. അവരുടെ ആഭ്യന്തര വിപണി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികളുണ്ടാകും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ജനതയുടെ ജീവിത നിലവാരത്തെ ബാധിക്കും. മാത്രമല്ല, കുടിയേറ്റക്കാർ ധാരാളമുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിൽ കഴിയുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരുടെ അവശ്യ വസ്തുക്കൾ, അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ കിട്ടാത്ത തരത്തിലേക്ക് ഇപ്പോഴത്തെ നയം ഒരു സ്ഥിതി ഉണ്ടാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കൃത്യമായി നിയമം പാലിച്ചല്ല ഈ തീരുവ യുദ്ധത്തിലേക്ക് ട്രംപ് പോയിട്ടുള്ളത് എന്ന കണ്ടെത്തലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വളരെ സസൂക്ഷ്മമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. 18% എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. 24-ന് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ആദ്യം അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇന്ത്യയിലേക്കും എത്തും. അതിനുശേഷം ഏപ്രിലോട് കൂടി ഈ 18% എന്ന പഴയ നികുതി നിരക്കിലുള്ള കരാർ പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അധികമായി ലഭിച്ച നികുതി തുക ഈ ഈടാക്കിയ രാജ്യങ്ങൾക്ക് തിരികെ നൽകേണ്ടി വരുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നിയമപരമായ പോരാട്ടത്തിലേക്ക് പോകാൻ കഴിയും. മറ്റൊന്ന്, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ തുടർന്ന് വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് തന്നെ പഴയ തരത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും ഇന്ത്യക്കെന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിയുന്നുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ച് മറ്റൊരു അടി കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇറാന് മേലുള്ള ഒരു ഭീഷണി, ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് US സുപ്രീം കോർട്ടിൽ നിന്ന് ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്. അത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ട്രംപ് ഈ കോടതി വിധിയെപ്പോലും അംഗീകരിക്കുന്നില്ല. 9 ജഡ്ജിമാരിൽ 6 പേർ ട്രംപിനെതിരെ നിലപാടെടുക്കുമ്പോൾ, അങ്ങനെ ഒരു ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ ലോകരാജ്യങ്ങൾക്കും 10% അധികം നികുതി ചുമത്തിയിരിക്കുന്നു. 1974-ലെ വാണിജ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ ഈ നീക്കം. അതായത് ജഡ്ജിമാരെ രൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം അവർക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറയുന്നതിനോടൊപ്പം ആ വിധിക്ക് മേൽ ഉള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ആദവനാട്ടിൽ ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞു മരിച്ച മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ലോറി ഉയർത്താനായത്. ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ലോറിയുടെ ക്ലീനറായ മുസ്തഫയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട സ്ഥലത്ത് പോലീസും RTOയും പരിശോധന നടത്തുന്നു. ബ്രേക്ക് നഷ്ടമായ ലോറി മരങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റി നിർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതാണ് മലപ്പുറം ആദവനാട്ടെ അപകടത്തിന് കാരണമായത്. റോഡിന് 50 മീറ്റർ അകലെയുള്ള ക്വാറിയിലേക്ക് ലോറി കൂപ്പുകുത്തുകയായിരുന്നു. ജനവാസം കുറഞ്ഞ മേഖലയിലുണ്ടായ അപകടം തൊട്ടടുത്തുള്ള വീട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് പുറം ലോകം അറിഞ്ഞത്. റോഡരികിൽ സുരക്ഷാ മുൻകരുതൽ ബോർഡുകളും ബാരിയറുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസം ലോറി അപകടത്തിൽപ്പെട്ട ആദവനാട് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന മേഖല സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗം എന്നാണ് പറയുക. ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. ഇവിടുന്ന് കാർത്തല ഭാഗത്തു നിന്ന് വരുന്ന റോഡാണിത്. ഈ റോഡിലൂടെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി കുതിച്ചു പാഞ്ഞ് വന്നത്. ഈ റോഡിൻ്റെ വലതുവശത്ത് തന്നെ ഒരു ഉപയോഗശൂന്യമായ ക്വാറി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു ക്വാറിയിലേക്ക് വീഴണ്ട എന്ന് വിചാരിച്ച് ഡ്രൈവർ വാഹനം ഇടത്തോട്ട് വിട്ടിച്ചതാകാം.
അങ്ങനെ ഈ റോഡിലൂടെ കുതിച്ചു പാഞ്ഞു വന്ന ലോറി നേരെ ഇവിടേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ നിയന്ത്രണം നഷ്ടമായതുകൊണ്ടാകാം ലോറി പിന്നെയും ഇടത്തോട്ട് നീങ്ങി ക്വാറിയിലേക്ക് പോയത്. നേരെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മരങ്ങളിലേക്ക് തട്ടി നിന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയന്ത്രണം തെറ്റിയ ലോറി നേരെ ഇവിടെ ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 30 മീറ്ററിലധികം 50 മീറ്ററോളം ദൂരെയാണ് ഈ ഒരു ഒഴിഞ്ഞ ക്വാറിയുള്ളത്, പാറമടയുള്ളത്. ഈ ഒരു പാറമടയിലേക്ക് ലോറി നേരെ മൂക്കുകുത്തി വീഴുകയായിരുന്നു. ഏകദേശം 90കളിലൊക്കെ പ്രവർത്തനം അവസാനിപ്പിച്ച പാറമടയാണിത്. 70 അടിയിലേറെ ആഴമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്രയും ആഴത്തിലേക്കാണ് ഈ ലോറി വീണത്. നമുക്ക് ഈ ക്വാറിയിലെ വെള്ളത്തിൽ കാണാം ലോറിയിലെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ ചിതറിക്കിടക്കുന്നത് കാണാം. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു ഈ ലോറി പുറത്തെടുക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ഈ അപകടത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇപ്രകാരമാണ്. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വണ്ടിയുടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു ക്വാറിയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കേണ്ട ഒരു വണ്ടി പോയത് അതാ കോറിയിലെ പോയത് അപ്പുറത്തെ പോയത്. ആർക്കും അറിയപ്പെടാതെ ഇത് ആർക്കും ഇത് അറിയപ്പെട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ചിലർ അറിയുന്നത് ഈ കോറി ഇവിടെ ഉണ്ടെന്ന്. കാരണം ഇതൊക്കെ കാട് കെട്ടി കിടക്കാണ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ആയിരിക്കും സാധാരണ വാഹനങ്ങൾ വരാൻ ഒരു സാധ്യത ഇല്ല. ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനത്തിൽ വരുന്ന കാരണം. അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വണ്ടി വരലില്ല. ഇവിടെ പണ്ടൊരു നിസ്സാന്തമാർ തന്നെ വന്നിട്ട് അത് അങ്ങോട്ടാണ് ചാടിയത്, അപ്പുറത്തേക്ക് ചാടി. അത് വലിയ ചെറിയ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. ഇങ്ങോട്ടെത്തില്ല, അത് നേരെ ആ ചാലിക്കാണ് പോയത്. ആ ചാലിനോട് ചാടിയിട്ട് അങ്ങോട്ടാണ് വന്നത്. അത് കാരണം ചെറിയ പരിക്കല്ല, അത്യാവശ്യം നല്ല പരിക്കുണ്ടായിരുന്നു. അത് ഇതേമാതിരി തന്നെ ജീവൻ തിരിച്ചു കുട്ടികൾക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ബൈ ചാൻസ് വന്നൊരു സംഭവമാണ്. ആർക്കും ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വന്തം ഓടി കിടക്കണോണ്ട് കാട് പിടിച്ച് കിടക്കണോണ്ട് ശ്രദ്ധയിൽപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിലാണ് ഈ ലോറി പുറത്തേക്ക് എത്തിച്ചത്. അത് ക്രെയിൻ ഉപയോഗിച്ച് 8 മണിക്കൂറുകളിലെ ഏറെ സമയമെടുത്താണ് ലോറി പുറത്തെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഈ ക്ലീനറെ മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചത്. ഇയാൾ അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വലിയൊരു വേദന തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ ഒരു ക്വാറിയിൽ. ഇവിടെ ഈ റോഡിൻ്റെ വശത്താണെങ്കിലും ഈ ക്വാറിയിലേക്ക് ഇതുവരെ അപകടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടില്ല. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടികളാണ്. അതായത് ഈ റോഡിന് ആക്സിഡൻറ്റ് സംഭവിച്ച് വാഹനങ്ങൾ ഇവിടേക്ക് വരാതിരിക്കാനുള്ള ഒരു ബാരിയർ, അതേപോലെ സൂചനാ ബോർഡുകൾ, അതേപോലെ ക്വാറികളുണ്ട് എന്നത് കാണിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ മുൻകരുതൽ സംവിധാനങ്ങളൂടെ ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അതൊരു 70-80 അടി ഒക്കെ ആയം തന്നെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആഴമുള്ള കോറിയാണ്. എത്ര വർഷം മുമ്പ് അത് അവസാനിപ്പിച്ച് പ്രവർത്തനമെന്നറിയോ? 30 മീതെ നിർത്തിയിട്ടുണ്ടാവും. നിർത്തിയിട്ട് വെച്ച് പോയിട്ട് പോലെ നിങ്ങൾ പറഞ്ഞ അടിയിൽ റോഡൊക്കെ ഉണ്ടെന്ന് അല്ലേ? അത് കല്ലെടുക്കാനുള്ള റോഡ് അടി വരെ പോവാം. പിന്നെ വെച്ചാല് കേറാൻ പറ്റാതാവുമ്പോഴാണ് നിർത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ ആവും, വർഷത്തിൽ വെള്ളമായ പിന്നെ പറ്റാതാകുമ്പോൾ അത് നിർത്തിച്ച് പോയതാണ്. ഇതിൽ വെള്ളം വറ്റലില്ല. അത്ര ആയത്തിലാണ്. ഒരു പ്രാവശ്യം ഒരു മീനൊക്കെ വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചു നോക്കി, എന്നിട്ടും പറ്റിയിട്ടില്ല. എന്നാണെങ്കിലും ഇനിയൊരു അപകടം ഇവിടെ ഉണ്ടാകരുത്. അതിന് എന്താണോ വേണ്ട സംവിധാനം അത് അധികൃതർ ഒരുക്കണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. എന്നാണെങ്കിലും ദൗർഭാഗ്യവശാൽ സംഭവിച്ച ഒരു അപകടം, അതിൽ നഷ്ടമായത് ഒരു ജീവനാണ്. അതുകൊണ്ട് ഇനിയൊരിക്കലും ഒരു ജീവനും പൊലിയുന്ന സാഹചര്യം ഈ ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാകരുതെന്ന ആവശ്യമാണ് ആദവനാട് നിന്നും ഉയരുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൊച്ചി മെട്രോയ്ക്ക് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. സുഭാഷ് എന്നുപേരുള്ള പൂച്ച ദിവസങ്ങളായി മെട്രോ പാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലാണ് ശ്രമം പുരോഗമിക്കുന്നത്. നവമി വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, ഇത് ദിവസങ്ങളായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയാണ്. എന്താണ് ഇത്ര താമസമെടുക്കുന്നത്? എന്താണ് പൂച്ചയുടെ അവസ്ഥ?
രഞ്ജിത്ത്, കേൾക്കുമ്പോൾ വളരെ കൗതുകമായി നമുക്ക് തോന്നും മെട്രോ പില്ലറിന്റെ മുകളിൽ പൂച്ച കുടുങ്ങിയെന്ന്. പക്ഷേ അല്പം വേദനിപ്പിക്കുന്ന കാര്യം 10-12 ദിവസമായി പൂച്ച ഇതിന്റെ മുകളിൽ തന്നെയാണ്, താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിന്റെ ആരോഗ്യനില അല്പം മോശമാണെന്നാണ് നേരത്തെ ഈ അനിമൽ റെസ്ക്യൂ ടീം അതിന്റെ മുകളിലെത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ഈ വൈദ്യുതി കടന്നുപോകുന്ന, അതായത് മെട്രോയുടെ വൈദ്യുതി കടന്നുപോകുന്ന ലൈനിന് തൊട്ട് സമീപമാണ് ഈ പൂച്ച ഇപ്പോൾ അവശനിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീമിന് അത് ആ പൂച്ചയെ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ താഴെ എത്തിക്കാൻ കഴിയില്ല. പകരം ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ എത്തി പരിശോധിച്ചതിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇതിന്റെ മെട്രോയുടെ ഇലക്ട്രിസിറ്റി താൽക്കാലികമായി നിർത്തിവെച്ചാൽ മാത്രമേ ആ പൂച്ചയെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ മെട്രോ സർവീസ് ഉള്ള സമയമാണ്. അല്പസമയം, ഒരു 10 മിനിറ്റത്തേക്കായെങ്കിൽ പോലും അത് നിർത്തിവെക്കുമ്പോൾ വലിയൊരു ഗതാഗത പ്രശ്നമുണ്ടാകും, വലിയൊരു തടസ്സമുണ്ടാകും, നിരവധി യാത്രക്കാർ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തൽക്കാലം ഈ പൂച്ചയുടെ അവസ്ഥ അവർ നിരീക്ഷിച്ചതിന് ശേഷം രാത്രി 11 മണിക്കാണ് അവസാനത്തെ മെട്രോ സർവീസ്. അതിനുശേഷം ഇത് ലൈൻ ഓഫ് ചെയ്താൽ ഉടൻ തന്നെ പൂച്ചയെ രക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് മെട്രോയുടെ MD-യുമായി സംസാരിച്ചതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഫയർഫോഴ്സ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. സുഭാഷ് എന്നാണ് ഈ പൂച്ചയുടെ പേര്. അങ്ങനെ സുഭാഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമമായിരുന്നു അല്പസമയം മുമ്പ് നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം കണ്ടത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മെട്രോയുടെ തന്നെ പണി നടക്കുന്നുണ്ട്. അടുത്തൊരു എക്സ്റ്റൻഷൻ 2ാം ഘട്ട മെട്രോന്റെ പണി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ എത്തി അവരാൽ കഴിയുന്ന സഹായം ആ പൂച്ചയ്ക്ക് ആഹാരവും വെള്ളവും ഒക്കെ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പൂച്ച ഇത് ആഹാരം കഴിക്കാത്ത ഒരു പേടിച്ചിരിക്കുന്ന അവസ്ഥയിലാണെന്നാണ് പൂച്ചയെ കണ്ടവരൊക്കെ പറയുന്നത്. അങ്ങനെ സുഭാഷിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഈ സുഭാഷ് എന്ന പേരിട്ടത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരാണ്. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷിനെ നമുക്കറിയാം. ആ കുഴിയിൽ വീണ സുഭാഷിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൂച്ചയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ശ്രമം കണ്ടപ്പോൾ പൂച്ചയ്ക്ക് സുഭാഷ് എന്ന പേരിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മെട്രോ പില്ലറിന് താഴെയാണ്, 556. ഇവിടെയാണ് ആ പൂച്ച കുടുങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ വൈദ്യുതി കടന്നു പോകുന്ന ലൈനിന് സമീപമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പൂച്ചയെ രക്ഷിക്കാൻ കഴിയാത്തത്. തീരെ ചെറിയ പൂച്ച അല്ലെങ്കിൽ പോലും ഒരു അധികം വളർച്ച എത്താത്ത ഒരു പൂച്ച തന്നെയാണ്. അതിനെ കാണുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നും. അതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത് ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ മൃഗസ്നേഹികളൊക്കെ വന്നിട്ട് സർക്കാർ ഈ മെട്രോയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ മെട്രോ ഇക്കാര്യം അറിയിക്കുന്നുണ്ട്, ഫയർഫോഴ്സിനെ അറിയിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ന് രാത്രി 11 മണിയോടുകൂടി തന്നെ ഫയർഫോഴ്സ് എത്തി ഈ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തതിനു ശേഷം പൂച്ചയെ സുഭാഷിനെ പിടികൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി നവമി, ഏതായാലും സുഭാഷിനെ പെട്ടെന്ന് താഴെ എത്തിക്കാൻ സാധിക്കട്ടെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം തുടരുകയാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ ആക്രമണം. ഗർഭിണിയായ ഭാര്യയെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമം. ലേബർ റൂമിൽ അതിക്രമിച്ചു കടന്ന് ഫർണിച്ചറുകളും ഡോറും തകർത്തു. ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അക്രമം കാട്ടിയ കാഞ്ഞങ്ങാട് സ്വദേശി റാഷിദ് പോലീസിന്റെ പിടിയിലാണിപ്പോൾ. സംഭവത്തിൽ പരിയാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ വികസന പാതയിൽ പുത്തൻ നാഴികക്കല്ലായി പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 8 പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിലാണ് നഗരത്തിലെ മർമ്മപ്രധാന മേഖലകളിലെ ബന്ധിപ്പിക്കുന്ന പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. 60 കോടി രൂപ മുതൽ മുടക്കി കിഫ്ബിയിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. കോഴിക്കോട് നഗരത്തെ മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡുകളുമായി ബന്ധപ്പെടുത്തുന്ന പാലം 8 പതിറ്റാണ്ടായി നഗരവാസികളുടെ സ്വപ്നമായിരുന്നു. 1947-ൽ കനോലി കനാലിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ചവിട്ടുപടി കയറി വേണം പാലത്തിലെത്താൻ. സൈക്കിളല്ലാതെ മറ്റു വാഹനങ്ങളില്ലാത്ത കാലത്ത് ചെറുപാലം തന്നെ ധാരാളം. നഗരം വളർന്നതോടെ ചവിട്ടുപടി റാമ്പായി മാറി. ഓട്ടോറിക്ഷകളടക്കം കയറുന്നത് ഒഴിവാക്കാൻ വീതി കുറച്ച് നിർമ്മിച്ച പാലത്തിന് പുതിയ പാലമെന്ന് പേരുമിട്ടു. ചെറിയ കോൺക്രീറ്റ് പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പാലം പഴകിയപ്പോൾ പുതിയ പാലമെന്ന പേര് മാത്രം ബാക്കിയായി. വാഹനപ്പെരുക്കം കൊണ്ട് പ്രദേശം വീർപ്പുമുട്ടി. 2010 മുതൽ വലിയ പാലത്തിനുള്ള മുറവിളി തുടങ്ങി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2023 ജൂലൈയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന് തറക്കല്ലിട്ടു. മാസങ്ങൾക്കിപ്പുറം കിഫ്ബിയിലൂടെ
പുതിയ പാലം യാഥാർത്ഥ്യമായി. കനോലി കനാലിന് കുറുകെ 16.53 കോടി രൂപ വിനിയോഗിച്ച് 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലത്തിനൊപ്പം ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുമുണ്ട്. 40 കോടി രൂപയാണ് സ്ഥലമെടുപ്പിന് ചെലവായത്. കേരള റോഡ് ഫണ്ട് ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഏതാണ്ട് 60 കോടി രൂപ ചെലവിലാണ് ആ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 16.53 കോടി രൂപ പാലത്തിന് വേണ്ടി മാത്രം അതിൽ ചെലവായിട്ടുണ്ട്. സ്വാഭാവികമായും കോഴിക്കോട്ടെ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വലിയ പാലമായി തന്നെ ഈ പാലം മാറും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തളി പുതിയ പാലം റോഡിന് തുടർച്ചയായി കനോലി കനാലിന് കുറുകെയാണ് പുതിയ പാലത്തെ പാലം. കിഴക്കേക്കരയിൽ കല്ലിട്ടനട ഗോവിന്ദപുരം റോഡിലൂടെ മിനി ബൈപ്പാസിലേക്കാണ് റോഡിലൂടെ എത്തിച്ചേരുക. പാലത്തിൽ 7.5 മീറ്റർ വീതിയാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ഭാഗത്തിനുള്ളത്. ഇരുവശത്തും കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാതയുമുണ്ട്. പുതിയ പാലം വന്നതോടെ മിനി ബൈപ്പാസിൽ ഗോവിന്ദപുരം ഭാഗത്തു നിന്ന് തളി കല്ലായി റോഡ്, റെയിൽവേ സ്റ്റേഷൻ, വലിയങ്ങാടി, സൗത്ത് ബീച്ച് ഭാഗത്തേക്ക് നേരിട്ട് എത്തിച്ചേരാം. ന്യൂസ് 18 കോഴിക്കോട്. അരനൂറ്റാണ്ടിലേറെയായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരവുമായി കാസർഗോഡ് പയസ്വിനി പുഴയിൽ ചൊട്ടാപ്പാലം യാഥാർത്ഥ്യമായി. ഉദുമ, ബൈറഡുക്ക, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം 18.5 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിച്ചത്. പയസ്വിനി പുഴയിൽ ചൊട്ടപ്പാലം യാഥാർത്ഥ്യമായതോടെ അരനൂറ്റാണ്ടിലേറെയായി യാത്രാക്ലേശം അനുഭവിച്ച ഉദുമയിലെ ജനങ്ങൾ ആശ്വാസത്തിലാണ്. 55 വർഷമായി കടത്തുതോണിയിലൂടെ ആളുകളെ മറുകരയിലെത്തിച്ച പ്രദേശത്താണ് വികസന കുതിപ്പിനായി പാലനിർമ്മാണം പൂർത്തീകരിച്ചത്. മലയോര ഗ്രാമപഞ്ചായത്തുകളായ മുളയാറിനെയും ബേഡെടുക്കയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിനായി 2023 തുടക്കമിട്ടത്. 138 മീറ്റർ നീളത്തിലും ഫുട്പാത്ത് ഉൾപ്പെടെ 12 മീറ്റർ വീതിയിലുമാണ് ചൊട്ടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തോട് ചേർന്ന് മുളിയാർ ഭാഗത്തേക്ക് 800 മീറ്ററിലും ബേഡെടുക്ക പ്രദേശത്തേക്ക് 1 കിലോമീറ്റർ ദൂരത്തിലും അപ്രോച്ച് റോഡ് നിർമ്മിച്ചു. ഇത് ബേഡെടുക്ക പഞ്ചായത്ത്, മുളിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ്. ഈ നാട്ടിലെ ഒട്ടനവധി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പാലം കൂടിയാണ് ഈ പാലം. കുണ്ടംകുഴി, ദൊഡ്ഡുവയൽ, ബത്തക്കുമ്പിരി, തോണിക്കടവ്, അതുപോലുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾക്ക്, ചൊട്ട എന്നുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പാലം കൂടിയാണ് ഈ പാലം. കാഞ്ഞങ്ങാട് നിന്ന് പെരിയ വഴി മൂന്നാംകട വഴി കുണ്ടംകുഴിയിൽ എത്തിച്ചേർന്നാൽ ഇരിയണ്ണിയിലേക്ക്, ചൊട്ടയിൽ നിന്ന് ഇരിയണ്ണിയിലേക്ക് കയറി കർണാടകയിലേക്ക് മംഗലാപുരം, സുള്ളിയ, അതുപോലെ തന്നെ പുത്തൂരൊക്കെ പോകുന്ന വളരെ എളുപ്പമായ വഴി ആണ് ഈ വഴി. ഇതുവരെ മറുകര എത്താനായി ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് കടത്തുതോണിയായിരുന്നു. ചൊട്ടാപ്പാലം കുണ്ടംകുഴിയിൽ നിന്ന് ഇരിയണ്ണിയിലേക്ക് പോകാനുള്ള നമ്മുടെ പയസ്വിനി പുഴയിലെ പാലമാണ്. കുറേ കാലമായി ആ പാലം വേണമെന്ന് ഇരുകരയിലുമുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി പൂർത്തീകരിച്ച് നേരത്തെ വെച്ചിരുന്നു. കിഫ്ബി ആ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ 20 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭരണാനുമതി, സാങ്കേതികാനുമതി ഒക്കെ നടന്നതിന് ശേഷം ടെൻഡർ വിളിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ പാലം പണി പൂർണ്ണമായും 100% പൂർത്തിയായിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വാഹനങ്ങൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തുടങ്ങി. ആ പാലം വന്നതോടുകൂടി ബേഡകം പഞ്ചായത്തിലെ ബേഡകം, കുണ്ടംകുഴി, ദൂർബങ്കാന് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുളിയാർ പഞ്ചായത്തുമായി ബന്ധപ്പെടാൻ വളരെ എളുപ്പമായി. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കുണ്ടംകുഴി, ചൊട്ട, ദുടുവയൽ, തോണിക്കടവ്, ബത്തക്കുമരി തുടങ്ങി മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരിയണ്ണി, മിന്നംകുളം, കുണിയേരി, ബേപ്പ്, പായം, ബോവിക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രക്കാർക്കും ചൊട്ടപ്പാലം ഉപകാരപ്രദമാകും. കൂടാതെ കർണാടകയിലെ മംഗളൂരു, സുള്ളിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിൽ ബേഡെടുക്ക, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 10 മുതൽ 17 കിലോമീറ്റർ ദൂരം കുറഞ്ഞും കിട്ടും. പാലത്തിലെത്തിയാൽ പയസ്വിനി പുഴയും ഗ്രാമഭംഗിയും കൈകോർത്ത മലയോര കാഴ്ചകളും യാത്രക്കാർക്കൊപ്പം ആസ്വദിക്കാം. ന്യൂസ് 18 കാസർഗോഡ്. ജവാന് പിറകെ സർക്കാരിന്റെ പുതിയ മദ്യം മിന്നൽ മാജിക് ഉൽപ്പാദനം തുടങ്ങി. പാലക്കാട് മേനോൻ പാറയിലാണ് മലബാർ മാജിക് ബ്രാൻഡിയുടെ ഉൽപ്പാദനം. പ്രതിദിനം 13,500 കേസ് മദ്യം ഉൽപ്പാദിപ്പിക്കും. ബാറുകളുടെ സമയം നീട്ടി നൽകിയതിൽ
ഏറെ വിമർശനം നേരിടുന്ന ഘട്ടത്തിലാണ് പുതിയ മദ്യവുമായുള്ള വരവ്. മലബാർ മിസ്റ്ററി എന്ന പേരാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നതെങ്കിലും അവസാന നിമിഷം മിന്നൽ മാജിക് എന്നാക്കുകയായിരുന്നു. ഇവിടെ അടച്ചുപൂട്ടിയ പ്ലാന്റ് തുടങ്ങി, കുറെ ആൾക്ക് പണി കിട്ടി, സർക്കാർ വാക്ക് പാലിച്ചു എന്നൊക്കെ അറിയാൻ ഈ പേര് സംബന്ധിച്ച വിവാദം ഇടയായി എന്നത് സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് അരിക്കൊമ്പനെ കൊണ്ട് ഇടുക്കിയിലേക്ക് കാറ്റ് കയറ്റി വിടാൻ പോയപ്പോൾ റോഡ് വന്നതുപോലെ അപ്പോഴാണ് ഇത്രയും നല്ല റോഡുകൾ കേരളത്തിലുണ്ട് എന്നത് നാട്ടുകാർ അറിഞ്ഞത്. അപ്പൊ ചിലതുകൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. ഇവിടെ പേര് സംബന്ധിച്ചുണ്ടായിട്ടുള്ള വാർത്തയും വിവാദവും ഒക്കെ ഈ പ്ലാന്റ് തുടങ്ങി എന്നത് എല്ലാവരും അറിയാൻ ഇടയാക്കി. ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ലൈനാണ് പ്രൊഡക്ഷൻ നടക്കുക. ഒരാഴ്ച കൊണ്ട് പൂർണ്ണതോതിൽ ഇതിന്റെ പ്രവർത്തനം നടക്കും. മലബാർ ഡിസ്റ്റിലറി മദ്യനിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനത്തിനിടെ കേരള മദ്യനിരോധന സമിതിയുടെ പ്രതിഷേധം. മന്ത്രിമാർ വേദിയിലേക്ക് കയറുന്നതിന് മുൻപ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഡോക്ടർ വിൻസെന്റ് മാളിയേക്കലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധമുണ്ടായത്. മദ്യലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ എത്തിയ സർക്കാർ മദ്യലഭ്യത വർദ്ധിപ്പിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് തകരാറായി. താൻ മൈക്കിന് മുന്നിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേരള പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. കലൂർ സ്റ്റേഡിയത്തിലെ വാടകയെ ചൊല്ലി GCDA കേരള ബ്ലാസ്റ്റേഴ്സ് പോര്. തർക്കത്തെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ വാർത്താ സമ്മേളനം ഓൺലൈനാക്കി. ഈ സ്റ്റേഡിയം നവീകരിച്ചതിന് ശേഷം, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഹോം ഗ്രൗണ്ടിൽ കളിക്കാനായി എത്തുന്നത്. നാളെ മുംബൈ FC-യുമായിട്ടുള്ളൊരു മത്സരം നടക്കാനിരിക്കെ അതിന് മുന്നോടിയായിട്ടുള്ളൊരു പത്രസമ്മേളനമായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകർ ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ആ പത്രസമ്മേളനത്തിൽ എത്തുമ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല എന്നറിയുന്നത്. അതായത് ഈ സ്റ്റേഡിയത്തിന്റെ ഭാരവാഹികൾ വന്ന് പറയുന്നു, നാളെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിലേക്കുള്ള പ്രവേശനമില്ല എന്നുള്ളത്. അതായത് 8,40,000 രൂപയായിരുന്നു ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് വാടകയായി GCDA തീരുമാനിച്ചത്. പിന്നീട് അത് വലിയ രീതിയിൽ നേരത്തെ തന്നെ ഒരു പ്രശ്നം നിലനിന്നിരുന്നു. കാരണം ഇത്രയും ഉയർന്ന തുക നൽകി ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ കളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ഈ 8 ലക്ഷം രൂപ എന്നുള്ളത് 2 ലക്ഷം രൂപയാക്കി കുറച്ചു എന്ന് GCDA ചെയർമാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. പക്ഷേ വീണ്ടും ഇന്നലെ നടന്ന യോഗത്തിൽ, ഇന്നലെ GCDA ചേർന്ന യോഗത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും 2 ലക്ഷം രൂപയ്ക്ക് ഇത് നൽകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് GCDA എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ഈ 8 ലക്ഷത്തിന്റെ പകുതിയായിട്ടുള്ള 4,20,000 രൂപ തന്നെ ഈ നൽകണം. എങ്കിൽ മാത്രമേ നാളെ മത്സരത്തിലേക്ക് കളിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് GCDA എത്തുകയായിരുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സ് എതിർക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രയും വലിയ തുക നിലവിൽ തരാനുള്ള ഒരു അവസ്ഥയിലല്ല എന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എടുത്ത തീരുമാനം. എന്തായാലും GCDA വീണ്ടും ഒരു ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെയാണ് മത്സരം. നമുക്കറിയാം, നേരത്തെയും ഈ ഒരു വാടക തർക്കവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് കളി മറ്റിടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീടാണ് ഹോം ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സും എത്തിപ്പെട്ടത്. പക്ഷേ വാടക കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലെത്തിയ മാധ്യമപ്രവർത്തകരെ GCDA ഭാരവാഹികൾ ഈ കോൺഫറൻസ് റൂമിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നത്. എന്തായാലും GCDAയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള അനുനയ ചർച്ചകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. നാളെയാണ് മത്സരം. ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു മത്സരത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വരുമെന്നൊരു നിഗമനത്തിലാണ് GCDAയും ബ്ലാസ്റ്റേഴ്സും എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഗ്രൗണ്ട് ഇപ്പോൾ ആണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉള്ള സജ്ജീകരണത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ്. ആ മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു കല്ലുകടി GCDAയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ടയിൽ വാഹനാപകടത്തിൽ ബിരുദ വിദ്യാർത്ഥിനി മരിച്ചു. ചിതറ മാടാൻകാട്
മാടാൻകാവ് സ്വദേശിനി ലക്ഷ്മിയാണ് മരിച്ചത്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിലെ വിദ്യാർത്ഥിനിയും ശാസ്താംകോട്ടയിലെ മിമിക്രി ട്രൂപ്പിലെ അംഗവുമായിരുന്നു. പുലർച്ചെ ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിൽ വെച്ച് ട്രൂപ്പിന്റെ വാഹനം മരത്തിലിടിച്ചായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,600, പവന് 1,16,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,055, പവന് 96,440. വെള്ളി ഗ്രാമിന് 275, കിലോയ്ക്ക് 2,75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവുമായി TG സജിത്ത് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.